ലോകത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ ന്യൂയോർക്കിൽ ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്ക് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് ആരാണ് സ്ഥാനാർത്ഥിയാകേണ്ടത് എന്ന് തീരുമാനിക്കുന്ന പ്രൈമറി ഇലക്ഷൻ ഈ ചൊവ്വാഴ്ച നടന്നു. ഏതാനും മാസം മുൻപ് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത തരത്തിലുള്ള റിസൾട്ടാണ് ഈ പ്രൈമറി ഇലക്ഷൻ നൽകിയത്. എന്നാൽ ന്യൂയോർക്ക് മേയർ ഡെമോക്രാറ്റിക് പ്രൈമറി വളരെയേറെ മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കിയത് അമേരിക്കക്കാർക്കോ ന്യൂയോർക്കുകാർക്കോ അല്ല, മറിച്ച് ഇന്ത്യയിലെ തലച്ചോറില്ലാത്ത 2 രൂപ കൂലികളായ സംഖ്യകൾക്കാണ്. ചരിത്രത്തിലാദ്യമായി ലോകത്തിലെ സാമ്പത്തിക തലസ്ഥാനമായ ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി ഇന്ത്യൻ വംശജനായ ഒരു മുസ്ലിം വരാൻ പോവുകയാണ് എന്നുള്ളതാണ് സംഖ്യകൾക്ക് കുണ്ടിയിൽ പരുവ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് വിശദമായി കാണാം. ന്യൂയോർക്ക് എന്താണെന്നോ ലണ്ടൻ എന്താണെന്നോ ന്യൂയോർക്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നോ ലണ്ടനിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നോ പോയിട്ട് ന്യൂയോർക്ക് എന്നോ ലണ്ടൻ എന്നോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൂടാതെ എഴുതാൻ പറ്റുന്ന 2 രൂപ കൂലികൾ വളരെ കുറവാണ് എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെയുള്ള ഇന്ത്യൻ സംഖ്യകൾക്കാണ് ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്കുള്ള ഡെമോക്രാറ്റിക് പ്രൈമറിയിലെ റിസൾട്ട് വളരെയേറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത്. അമേരിക്കയിൽ ഓരോ പാർട്ടിയിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികൾ ആരെ എന്ന് തീരുമാനിക്കുന്നത് ആ പാർട്ടി നടത്തുന്ന പ്രൈമറിയിലൂടെയാണ്. സ്ഥാനാർത്ഥികൾ ആകാൻ ആഗ്രഹിക്കുന്നവർ ആ പ്രൈമറിയിൽ മത്സരിക്കും. ആ പാർട്ടിയിലെ ആളുകൾ മാത്രമാണ് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുന്ന പ്രൈമറിയിലേക്ക് വോട്ട് ചെയ്യുക. അതായത് ആ പാർട്ടിയുടെ വോട്ടേഴ്സ് തെരഞ്ഞെടുക്കുന്ന ആളുകളാണ് സ്ഥാനാർത്ഥികൾ ആവുന്നത്. അല്ലാതെ പാർട്ടിയുടെ ഹൈക്കമാൻഡോ അതുപോലെയുള്ള ഏതെങ്കിലും ബോഡികളോ തീരുമാനിക്കുന്ന ആളുകൾ അല്ല. ന്യൂയോർക്ക് മേയർ എന്ന് പറയുന്നത് ഏതാണ്ട് അമേരിക്കൻ പ്രസിഡന്റിന് അടുത്തുള്ള സ്ഥാനമുള്ള പൊസിഷൻ ആണ്. 24-ാം തീയതി ചൊവ്വാഴ്ചയാണ് ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ട ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുന്ന പ്രൈമറി നടന്നത്. പ്രധാനമായും 5 പേരാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാവുന്നതിനു വേണ്ടി മത്സരിച്ചത്. അതിൽ ഏറ്റവും പ്രധാനി മുൻ ന്യൂയോർക്ക് ഗവർണർ ആയിരുന്ന ആൻഡ്രൂ കുമോ ആയിരുന്നു. 2 തവണ ന്യൂയോർക്ക് ഗവർണർ ആയിരുന്ന ആളാണ് കുമോ. അതുപോലെ തന്നെ വളരെ പ്രോമിനന്റ് ആയ ഫാമിലിയാണ് കുമോ ഫാമിലി. ഇദ്ദേഹത്തിന്റെ പിതാവ് മാരിയോ കുമോ 3 പ്രാവശ്യം ന്യൂയോർക്ക് ഗവർണർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മ കുട്ടികളുടെയും വനിതകളുടെയും ക്ഷേമപ്രവർത്തനങ്ങളുടെ പേരിൽ നാഷണൽ വുമൻസ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ ആളാണ്. ആൻഡ്രൂ കുമോയുടെ സഹോദരൻ ക്രിസ് കുമോ CNN ലോകപ്രശസ്ത ന്യൂസ് ആങ്കർ ആണ്. അങ്ങനെ 2 ടൈം ഗവർണർ ആയിരുന്ന കുമോയെ തോൽപ്പിക്കാൻ ലോകത്തിൽ ആർക്കും കഴിയുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പിന്നീടുള്ള പ്രധാന സ്ഥാനാർത്ഥികൾ ന്യൂയോർക്ക് സിറ്റി കംട്രോളർ ബ്രാഡ് ലാൻഡർ, ന്യൂയോർക്ക് സിറ്റി കൗൺസിൽ സ്പീക്കർ ഏഡ്രിയൻ ആഡംസ്, മുൻ ന്യൂയോർക്ക് സ്റ്റേറ്റ് റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്ന സ്കോട്ട് സ്ട്രിങ്ങർ എന്നിവരായിരുന്നു. പിന്നെ ഇതുവരെയും ആരും കേട്ടിട്ടില്ലാത്ത, ആരും അറിയാത്ത ഒരു സ്ഥാനാർത്ഥി. അയാളുടെ പേര് സോറൻ മംതാനി. 33 വയസ്സുള്ള ഗുജറാത്തി വംശജനായ ഒരു മുസ്ലിം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന ഒപ്പീനിയൻ പോളിൽ സോറൻ മംതാനിക്ക് വെറും 1% പേരുടെ പിന്തുണ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഓർക്കണം, വെറും 33 വയസ്സുള്ള ഇന്ത്യൻ ഗുജറാത്തി വംശജനായ ഒരു മുസ്ലിം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ന്യൂയോർക്ക് മേയർ സ്ഥാനാർത്ഥിയാവാൻ മത്സരിച്ചാൽ സാധാരണഗതിയിൽ എന്തായിരിക്കും അവസ്ഥ എന്ന്. മംതാനി ന്യൂയോർക്ക് സ്റ്റേറ്റിലെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു എന്നുള്ളത് മാത്രമായിരുന്നു ഒരു പബ്ലിക് ഓഫീസ് ചുമതല വഹിച്ചിരുന്നത്. ആദ്യം മംതാനിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസംഗം കേട്ടുകൊണ്ട് തുടങ്ങാം. അത് കേൾക്കുമ്പോൾ മനസ്സിലാകും ഇദ്ദേഹം എങ്ങനെയാണ് ഇവിടം വരെ എത്തിയത് എന്ന്. And so to quote the words of a famous New Yorker, allow me to reintroduce myself. I was born in Kampala, Uganda, in East Africa. I was given my middle name Kwame by my father, who named me after the first Prime Minister of Ghana. And decades ago, in Uganda, we won our independence from the British in 1962. We can clap for that. And when we did, the United States government gave the Ugandan government 23 scholarships as a gift for independence. And my father won one of those scholarships. He came to this country to study to be an engineer at the University of Pittsburgh. And sometime into his studies, his face buried in his book, he heard the words reverberate in the corridor around him, "Which side are you on? Which side are you on?" These were words being sung by members of SNCC, the Student Nonviolent Coordinating Committee, recruiting students to get on the bus to go to Montgomery, Alabama. And my father got on that bus
He marched, he was hosed down, he was thrown in jail, he was given one phone call. And he called the Ugandan ambassador to the United States. He said, "Can you get me out of jail?" The ambassador said, "What are you doing in jail? We sent you there to study." My father said, "You sent me here as a gift for our freedom. They are fighting for theirs. It's one and the same." And so I was raised with this understanding that freedom and the fight for it is interconnected. And as I look across this city today, I am reminded that freedom is only worth as much as our ability to exercise it. Because we hear politicians of the past come on stages across this city, including this one, saying that they believe this is the greatest city in the world. But they do not answer the question that Dr. King posed decades ago. What good is having the right to sit at a lunch counter if you can't afford to buy a hamburger? What good is being the greatest city in the world if New Yorkers can't afford to live here? What good is it if our own people cannot afford their rent, their childcare, their groceries, even $2.90 for their Metro card? അതികായനായ ആൻഡ്രൂ കുമോയ്ക്കെതിരെയും മറ്റു പ്രമുഖർക്കെതിരെയും മത്സരിച്ച മംദാനി പതിയെ പതിയെ ജനശ്രദ്ധ ആകർഷിക്കാൻ തുടങ്ങി. ഏപ്രിൽ മാസം ആയപ്പോഴേക്കും മംദാനിയുടെ പോളിംഗ് ഇരട്ട അക്കത്തിലേക്ക് എത്തി. അപ്പോഴാണ് ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്, മംദാനിയെ സീരിയസ് ആയി എടുക്കാൻ തുടങ്ങിയതും. ന്യൂയോർക്ക് സിറ്റിയിൽ 9% മുസ്ലിങ്ങൾ ആണ് ഉള്ളത്. ന്യൂയോർക്ക് സ്റ്റേറ്റിൽ മൊത്തം വെറും 3%. അതുപോലെ ഇസ്രയേലിലെ ടെൽ അവീവ് കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ യഹൂദന്മാർ താമസിക്കുന്ന സിറ്റിയാണ് ന്യൂയോർക്ക് സിറ്റി. അതുമാത്രവുമല്ല, അമേരിക്കയിലെ യഹൂദന്മാർ വളരെ പ്രബലരും പണക്കാരുമാണ്. ഏതാണ്ട് 1% താഴെ വരുന്ന യഹൂദരാണ് അമേരിക്കയിലെ വലിയ വലിയ ബിസിനസ്സുകളുടെ ഉടമസ്ഥരും. അതുപോലെ തന്നെ വളരെയേറെ സെനറ്റർമാരും ഹൗസ് മെമ്പേഴ്സും ഒക്കെ യഹൂദരാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ വംശജനായ ഒരു മുസ്ലിം ന്യൂയോർക്ക് മേയർ സ്ഥാനാർത്ഥിയാവാൻ മത്സരിക്കുന്നത്. ഇന്ത്യൻ വോട്ടുകൾ ആകർഷിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പിന് 20 ദിവസം മുൻപ് മംദാനി ഹിന്ദിയിൽ ഒരു പരസ്യം ഇറക്കിയിരുന്നു. भाइयों और बहनों, इस इलेक्शन में सिर्फ 20 दिन बचे हैं और चॉइस मेरे और एंड्रू कोमो के बीच में है. अगर आप पहली बार इलेक्शन के बारे में जान रहे हैं तो ये है जो एंड्रू कोमो ऑफर कर रहा है. आज मेरे पास बिल्डिंगें हैं, प्रॉपर्टी है, बैंक बैलेंस है, बंगला है, गाड़ी है. क्या है तुम्हारे पास? आपकी वजह से हमने $8 मिलियन रेज किया है. 6 लाख से ज्यादा दरवाजे खटखटाए हैं और बस इतने करीब है इस शहर का पहला साउथ एशियन मेयर बनाने के लिए. पर बात ये नहीं है कि मैं क्या बनूंगा, बात ये है कि मैं क्या करूंगा हमारे कम्युनिटीज के लिए और हर एक न्यूयॉर्कर के लिए. मैं हमारे शहर को अफोर्डेबल बनाऊंगा. न्यूयॉर्कर्स मुश्किल से अफोर्ड कर रहे हैं रोटी, कपड़ा और मकान. मैं ये सब बदलने के लिए लड़ रहा हूँ. रेंट फ्री बसेस, यूनिवर्सल चाइल्ड केयर और सस्ती ग्रोसरीज के जरिए. पर आपको एक सवाल पूछना चाहता हूँ, तुमने कभी किसी को वोट किया? कभी किसी को रैंक किया? പ്രൈമറി ഇലക്ഷന് ഏതാണ്ട് 1 മാസം ഉള്ളപ്പോഴേക്കും 2ാം സ്ഥാനത്തേക്ക് മംദാനി കുതിച്ചെത്തി. അപ്പോൾ ആൻഡ്രൂ കുമോയ്ക്ക് ഏതാണ്ട് 36% പിന്തുണയും മംദാനിക്ക് 24% പിന്തുണയും ആയിരുന്നു ഉണ്ടായിരുന്നത്. മറ്റൊരു സ്ഥാനാർത്ഥിയായ ന്യൂയോർക്ക് സിറ്റി കംട്രോളർ ബ്രാഡ് ലാൻഡർ യഹൂദ വംശജനാണ്. അതുപോലെ പ്രബലമായ സ്ഥാനമാണ് സിറ്റി കംട്രോളർ എന്ന് പറയുന്നത്. ന്യൂയോർക്ക് സിറ്റിയുടെ ബഡ്ജറ്റ് മൊത്തം കൈകാര്യം ചെയ്യുന്നത് കംട്രോളർ ആണ്. അദ്ദേഹമായിരുന്നു പോളുകളിൽ ഈ സമയത്ത് 3ാം സ്ഥാനത്ത് നിന്നിരുന്നത്, ഏതാണ്ട് 12-13% പിന്തുണയോടെ. ഫെബ്രുവരിയിൽ അദ്ദേഹത്തിന് 25%-ൽ അധികം പിന്തുണയുണ്ടായിരുന്നതാണ്. എന്ന് തന്നെയല്ല, 2 തവണ ഗവർണർ ആയിരുന്ന പ്രബലനായ ആൻഡ്രൂ കുമോയെ ലോകത്തിൽ ആർക്കും പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു പൊതുവെയുള്ള ധാരണ. ബിൽ ക്ലിന്റൺ ഉൾപ്പെടെയുള്ള പ്രമുഖർ എല്ലാം കുമോയ്ക്കായിരുന്നു പിന്തുണ പ്രഖ്യാപിച്ചിരുന്നത്. എന്ന് തന്നെയല്ല, ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും പണം ചെലവഴിച്ച ഒരു മേയർ പ്രൈമറി ന്യൂയോർക്കിൽ എന്നല്ല ലോകത്തിന്റെ ചരിത്രത്തിൽ പോലും ഉണ്ടായിട്ടില്ല. കുമോ ഏതാണ്ട് $36 മില്യൺ ഈ പ്രൈമറിക്ക് വേണ്ടി ചെലവഴിച്ചത്, അതായത് ഏകദേശം 30 കോടിയിലധികം രൂപ. മംദാനി സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോകൾ ഇട്ടുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെയാണ് തൻ്റെ പ്രചാരണങ്ങൾ നടത്തിയത്. അതുപോലെ പതിയെ പതിയെ വളരെയേറെ ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി വോളണ്ടിയർ ചെയ്യാൻ എത്തി. മംദാനിയുടെ മറ്റൊരു തെരഞ്ഞെടുപ്പ് വീഡിയോ കണ്ടുകൊള്ളൂ. Get out of it. Porque le estamos diciendo, mandando un mensaje claro a la
ciudad de Nueva York. Yo creo en mi corazón que mañana Zohran Mamdani va a ser electo como el alcalde de la ciudad de Nueva York. And if I know you, I know that the pain of our people is one that you feel. More than anything, this is a human being, a person who cares, of compassion, whose record shows the type of human being he is. Bought by Big Jun Jun. In the pocket of Big Jun Jun. It is no longer time for politics as usual. I will not be standing for politics as usual. Bring the power back to the people! And our power is with Zohran Mamdani. That's right! This isn't just a fight that's urgent, a fight that's necessary. It's a fight that's possible to win. And today, we saw what we've known for a long time. We are in the lead. I want to be clear. It doesn't show that we will win. It shows that we can win. And if we want that city that we deserve, we have to leave it all out there until tomorrow at 9 p.m. That's right. ഇതിൽ ഇവിടെ കൂടുതൽ സംസാരിക്കുന്ന യുവതി പറയുന്നത് സ്പാനിഷാണ്. അവർ മെക്സിക്കൻ അമേരിക്കൻ വംശജയായ ന്യൂയോർക്ക് സിറ്റി കൗൺസിൽ മെമ്പർ കാർമൻ ഡെലറോസ് ആണ്. അതായത് കറുത്തവർ, വെളുത്തവർ, ലാറ്റിനോസ്, അതായത് സ്പാനിഷ് സംസാരിക്കുന്നവർ, യഹൂദർ, ഇന്ത്യൻ വംശജർ, ചൈനീസ് വംശജർ എന്നുവേണ്ട ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും കുടിയേറിയവർ പതിയെ പതിയെ മംദാനിക്ക് പിന്തുണയുമായി എത്തി. അദ്ദേഹം പെട്ടെന്നാണ് യുവാക്കളുടെ ഹരമായി മാറിയത്. യുവജനത ഒന്നടങ്കം മംദാനിയുടെ പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഇത്ര ഡൈനാമിക് ആയ, ഇത്ര പ്ലസന്റ് ആയ, ഇത്ര കോൺഫിഡന്റ് ആയ ഒരു നേതാവിനെ യുവജനത കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. പിന്നീട് മത്സരം മംദാനിയും കുമോയും തമ്മിൽ മാത്രമായി. ഏതാണ്ട് 12% പിന്തുണയുമായി യഹൂദ വംശജനായ സ്ഥാനാർത്ഥി മാത്രമായിരുന്നു പിന്നീട് അല്പമെങ്കിലും പിന്തുണ ഉണ്ടായിരുന്നയാൾ. ഇവിടെ ആഫ്രിക്കൻ അമേരിക്കൻ വംശജനായ ഒരു കുമോ സപ്പോർട്ടറുമായുള്ള അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടു. ആഫ്രിക്കൻ അമേരിക്കൻ വംശജൻ ഇട്ടിരിക്കുന്ന ടീഷർട്ടിൽ പറയുന്നത് ആൻഡ്രൂ കുമോയ്ക്ക് വോട്ട് ചെയ്യൂ എന്നാണ്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് എന്ന് വെച്ചാൽ തന്റെ നിലപാടുകൾ അല്പം പോലും വെള്ളം ചേർക്കാതെ തുറന്നു പറയാൻ അദ്ദേഹം മടിച്ചില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു മേയറൽ ഡിബേറ്റിൽ മോദിയെക്കുറിച്ച് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളോട് ചോദ്യം ചോദിക്കുകയാണ്. President Narendra Modi, and this will go to you first. Come on, Lander of India. I was supposed to get Netanyahu, and he was supposed to get Modi. Didn't you even get the memo? You all get all of them. So Modi is holding a rally in Madison Square Garden. He wants to hold a joint press conference with you afterwards, reaffirming the strong bond between India and New York. Do you agree to the event? No. All right, Mr. Stringer. No. And Mr. Mamdani. No, and I just want to say something here, which is that my father, his family comes from Gujarat in India, and his family is Muslim, I'm Muslim. And Narendra Modi helped to orchestrate what was a mass slaughter of Muslims in Gujarat to the extent that we don't even believe there are Gujarati Muslims anymore. And when I tell someone that I am, it's a shock to them that is even the case. And this is someone who we should view in the same manner that we do Benjamin Netanyahu. This is a war criminal. മോദി മാഡിസൺ സ്ക്വയറിൽ വന്ന് ഒരു റാലി നടത്തി അതിനുശേഷം ന്യൂയോർക്ക് മേയറുമായി ചേർന്ന് ഇന്ത്യ ന്യൂയോർക്ക് ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനു വേണ്ടി സംയുക്തമായ പത്രസമ്മേളനം നടത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾ സമ്മതിക്കുമോ എന്നാണ് ചോദ്യം ചോദിക്കുന്നത്. ഇല്ല എന്ന് മറ്റ് രണ്ടുപേരും പറയുമ്പോൾ മംദാനി ഒരു പടി കൂടി കടന്ന് പറഞ്ഞത് എൻ്റെ പിതാവിൻ്റെ കുടുംബം ഇന്ത്യയിലെ ഗുജറാത്തിൽ നിന്ന് വന്നതാണ്. അദ്ദേഹത്തിന്റെ കുടുംബം മുസ്ലിമാണ്, ഞാനും മുസ്ലിം ആണ്. ഗുജറാത്തിൽ നമുക്ക് ചിന്തിക്കാനാവാത്ത വലിയ മുസ്ലിം കൂട്ടക്കൊല ആസൂത്രണം ചെയ്ത ആളാണ് നരേന്ദ്രമോദി. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ പോലെ തന്നെ ഒരു വാർ ക്രിമിനൽ ആണ് നരേന്ദ്രമോദി. ഇങ്ങനെ യാതൊരു മടിയുമില്ലാതെ തന്റെ അഭിപ്രായം വെട്ടിത്തുറന്ന് പറയുന്ന ആളാണ് മംദാനി. ഓർക്കണം, അമേരിക്കയിൽ പ്രത്യേകിച്ച് ന്യൂയോർക്ക് സിറ്റിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി യുദ്ധക്കുറ്റവാളിയാണ്, വാർ ക്രിമിനൽ ആണ് എന്ന് പറഞ്ഞാൽ അന്ന് തീരും അയാളുടെ സ്ഥാനാർത്ഥിത്വം. പക്ഷേ മംദാനി ആള് വേറെയാണ്. ഇവിടെ വേറെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തോട് നിങ്ങൾ ന്യൂയോർക്ക് സിറ്റിയുടെ മേയർ ആയാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് സ്വാഗതം ചെയ്യുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന മറുപടി കേട്ടോളൂ. Mayor Mamdani, would you welcome Prime Minister Netanyahu to New York City for the
for whatever he comes for, given the US is not a signatory to the ICC, so he can travel to the US, unlike a lot of other countries. Would Mayor Mamdani welcome Benjamin Netanyahu to the city? No. As mayor, New York City would arrest Benjamin Netanyahu. This is a city that our values are in line with international law. It's time that our actions are also. ഇത് തെരഞ്ഞെടുപ്പിന് ഏകദേശം ഒരു മാസം മുൻപ് നടന്ന ഇന്റർവ്യൂ ആണ്. നെതന്യാഹുവിനെ സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ല, ന്യൂയോർക്കിൽ വന്നാൽ ഇന്റർനാഷണൽ ക്രിമിനൽ ലോ അനുസരിച്ച് അറസ്റ്റ് ചെയ്യും എന്നാണ് മംദാനി തുറന്നു പറയുന്നത്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ടെൽ-അവീവ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇസ്രയേലികൾ താമസിക്കുന്ന സ്ഥലമാണ് ന്യൂയോർക്ക് സിറ്റി. അമേരിക്കയിലെ ഏറ്റവും പ്രബലരായ യഹൂദർ താമസിക്കുന്ന സ്ഥലം. ആ സിറ്റിയുടെ മേയർ സ്ഥാനാർത്ഥിയാവാൻ മത്സരിക്കുന്ന ആളാണ് യാതൊരു ഭയാശങ്കയുമില്ലാതെ തൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞത്. ഇവിടെ കുമോ ഉൾപ്പെടെയുള്ള 5 പ്രധാന സ്ഥാനാർത്ഥികളുടെ ഡിബേറ്റിൽ ചോദിക്കുന്ന ചോദ്യത്തിന് എല്ലാവരും ഇസ്രയേലിൽ പോകും എന്ന് പറഞ്ഞപ്പോൾ നാഷണൽ മീഡിയയുടെ മുന്നിൽ ചങ്കൂറ്റത്തോടെ മംദാനി പറഞ്ഞു, ഞാൻ ന്യൂയോർക്ക് മേയറാണ്. Where would you go first? I would visit the Holy Land. I would go to Israel. Yeah, I'd make my 4th trip to Israel. Take my first trip to Israel. Mr. Mamdani. I would stay in New York City. My plans are to address New Yorkers across the 5 boroughs and focus on that. ഞാൻ ന്യൂയോർക്കിൽ തന്നെ കാണുമെന്ന്. ഇലക്ഷന്റെ തലേദിവസം ഒരു പോൾ ഇറങ്ങിയിരുന്നു. അതിൽ കാണിച്ചിരുന്നത് മംദാനി 33% വോട്ടിലേക്ക് എത്തിയെന്നും കുമോ 36-ൽ തന്നെ നിൽക്കുകയാണെന്നും ആണ്. ന്യൂയോർക്ക് സിറ്റി ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ റാങ്ക്ഡ് ചോയ്സ് വോട്ടിംഗ് ആണ് നടക്കുന്നത്. അതായത് നേരിട്ട് ഒരാൾക്ക് വോട്ട് ചെയ്യുകയല്ല, മറിച്ച് എൻ്റെ 1ാമത്തെ ചോയ്സ് ഇന്നയാളാണ്, 2ാമത്തെ ചോയ്സ് ഇന്നയാളാണ്, 3ാമത്തെ ചോയ്സ് ഇന്നയാളാണ്, 4ാമത്തെ ചോയ്സ് ഇന്നയാളാണ്, 5ാമത്തെ ചോയ്സ് ഇന്നയാളാണ് എന്ന് അവർക്ക് റാങ്ക് ചെയ്യാം. എന്നിട്ട് വോട്ട് എണ്ണുമ്പോൾ ആദ്യമേ ഫസ്റ്റ് ചോയ്സ് ആയി പറഞ്ഞിരിക്കുന്ന വോട്ടുകളാണ് എണ്ണുന്നത്. അതിൽ ഏറ്റവും കുറച്ച് വോട്ട് കിട്ടുന്ന ആൾ പുറത്താവും. ആ വ്യക്തിയെ ഫസ്റ്റ് ചോയ്സ് ആയി തിരഞ്ഞെടുത്ത ആളുകളുടെ സെക്കൻഡ് ചോയ്സ് ആളിന് ആ വ്യക്തി പുറത്താവുമ്പോൾ ആ വോട്ടുകൾ പോകും. അങ്ങനെ പല റൗണ്ടുകളായാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ആർക്കെങ്കിലും 50% കൂടുതൽ വോട്ടുണ്ടെങ്കിൽ അയാൾ വിജയിക്കും. ഇല്ലെങ്കിൽ സെക്കൻഡ് റൗണ്ടിലേക്ക് പോകും. സെക്കൻഡ് റൗണ്ടിൽ ഇങ്ങനെ ഒരാൾ എലിമിനേറ്റ് ആയി കഴിഞ്ഞിട്ടും ആർക്കും 50% വോട്ടുകൾ ലഭിച്ചില്ലെങ്കിൽ തേർഡ് റൗണ്ടിലേക്ക് പോകും. ആ റൗണ്ടിൽ ഏറ്റവും കുറച്ച് വോട്ടുകൾ കിട്ടുന്ന ആൾ എലിമിനേറ്റ് ആവുകയും ആ ആളുടെ വോട്ടുകൾ അയാളുടെ സെക്കൻഡ് ചോയ്സ് കാൻഡിഡേറ്റിന് പോവുകയും ചെയ്യും. അങ്ങനെ അവസാനം ഒരാൾക്ക് 50% കൂടുതൽ വോട്ടുകൾ ആകുന്നതുവരെ ഈ വോട്ടെണ്ണൽ തുടരും. അപ്പോൾ തെരഞ്ഞെടുപ്പിന് തലേദിവസം പുറത്തിറങ്ങിയ ഒരേ ഒരു പോളിൽ മാത്രം 8ാമത്തെ റൗണ്ട് വോട്ടെണ്ണൽ ആവുമ്പോഴേക്കും മംദാനിക്ക് 52% വോട്ടുകളും കുമോയ്ക്ക് 48% വോട്ടുകളുമായി മംദാനി വിജയിക്കുമെന്ന് അപ്പോൾ പ്രഡിക്റ്റ് ചെയ്തിരുന്നു. എന്നാൽ മറ്റു പോളുകൾ എല്ലാം 55-45% മംദാനിയെ കുമോ തോൽപ്പിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. വോട്ടെടുപ്പ് നടന്നതിന്റെ തലേദിവസം മംദാനി പുറത്തിറക്കിയ വീഡിയോയാണ് ഇത്. Tomorrow's the election, and we've just got a new poll. The first from an independent pollster that has us winning the final round. We are on the cusp of toppling a political dynasty and delivering a New York everyone can afford. This doesn't show that we will win, it shows that we can. It gives us a glimpse of the city we deserve. If we want that city, we have to canvass, we have to call, we have to take our friends and families, brave the suffocating heat, and head to the polls. We have to leave it all out there. Are you ready? അദ്ദേഹത്തിന്റെ ഈ വീഡിയോകൾ കാണുമ്പോൾ തന്നെ അറിയാം എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇത്ര വേഗം മുന്നേറിയത് എന്ന്. ഇനി തെരഞ്ഞെടുപ്പ് ദിവസത്തെ വിശേഷങ്ങൾ അറിയുന്നതിന് മുൻപ് ഇദ്ദേഹത്തിന്റെ ഫാമിലിയെക്കുറിച്ച് സംസാരിക്കാം. ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഗുജറാത്തി വംശജനായ മുസ്ലിം ആണ്. അദ്ദേഹത്തിന്റെ അമ്മ ഇന്ത്യൻ അമേരിക്കൻ വംശജയായ ലോകപ്രസിദ്ധ സംവിധായിക മീര നായർ ആണ്. അവരെ അറിയാത്തവർ വളരെ ചുരുക്കമാണ്. മീര നായർ എന്ന പേര് കേൾക്കുമ്പോൾ ചിലരെങ്കിലും വിചാരിക്കും ഇവർ മലയാളിയാണെന്ന്. എന്നാൽ അവർ പഞ്ചാബി നയ്യാർ വംശജയാണ്. ഇന്ത്യയിലെ ഒറീസയിലാണ് അവർ ജനിച്ചു വളർന്നത്. പ്രശസ്ത ഹോളിവുഡ് സിനിമകളായ മിസിസിപ്പി മസാല, ഗോൾഡൻ ലൈൻ പുരസ്കാരം നേടിയ മൺസൂൺ വെഡ്ഡിംഗ്, സലാം ബോംബെ എന്നിവയാണ് അവരുടെ പ്രധാനപ്പെട്ട ചില സിനിമകൾ. സലാം ബോംബെ ഏറ്റവും മികച്ച ഫോറിൻ ലാംഗ്വേജ് ഫിലിമിനുള്ള ഓസ്കാർ അവാർഡ് നേടിയ ചിത്രമാണ്. അവർ ഫുൾ സ്കോളർഷിപ്പോടുകൂടി രാഹുൽ ഗാന്ധി പഠിച്ച ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാഭ്യാസത്തിനായാണ് അമേരിക്കയിൽ എത്തുന്നത്. ഈസ്റ്റ് ആഫ്രിക്കയിലുള്ള ഉഗാണ്ടയിലെ കമ്പാലയിലാണ് മീര നായരുടെയും ഗുജറാത്തി മുസ്ലിമായ മഹ്മൂദ് മംദാനിയുടെയും മകനായി സോഹ്റൻ മംദാനി ജനിക്കുന്നത്. യുഗാണ്ടയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ പാരിതോഷികമായി 23 ഉഗാണ്ടക്കാർക്ക് അമേരിക്കയിൽ പഠിക്കാനുള്ള അവസരം നൽകി. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പിതാവ്
മഹ്മൂദ് മംദാനി അമേരിക്കയിൽ എത്തുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയ യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് മഹ്മൂദ് മംദാനി. തെരഞ്ഞെടുപ്പ് ദിവസം 24-ാം തീയതി ചൊവ്വാഴ്ച വോട്ടുകൾ എണ്ണിയപ്പോഴാണ് ഏവരെയും അമ്പരപ്പിക്കുന്ന റിസൾട്ട് പുറത്തു വന്നത്. അതികായനായ ആർക്കും തോൽപ്പിക്കാനാവാത്ത ആൻഡ്രൂ കുമോയ്ക്ക് ലഭിച്ചത് 36.4% വോട്ട്. മംദാനിക്കാകട്ടെ 43.5% വോട്ട്. അതായത് 7.1% വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലോകത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മംദാനിക്ക് ലഭിച്ചത്. ആദ്യ റൗണ്ട് വോട്ടെണ്ണൽ അടുത്ത ചൊവ്വാഴ്ചയെ പൂർത്തിയാവും. കാരണം വോട്ടെടുപ്പ് നടന്ന 24-ാം തീയതി വരെ മെയിൽ ചെയ്ത പോസ്റ്റൽ ബാലറ്റുകൾ വാലിഡായി പരിഗണിക്കും. ആ പോസ്റ്റൽ ബാലറ്റുകൾ മെയിലിൽ ലഭിക്കുന്നതിനാണ് ഒരാഴ്ച കൂടി സമയം ഉള്ളത്. ആ പോസ്റ്റൽ വോട്ടുകൾ കൂടി എണ്ണിക്കഴിയുമ്പോൾ ആദ്യ റൗണ്ട് പൂർത്തിയാവും. ഇപ്പോഴത്തെ ഫലത്തിൽ നിന്ന് വ്യക്തമാണ് ആദ്യ റൗണ്ടിൽ ആർക്കും 50% മുകളിൽ വോട്ട് ലഭിക്കുകയില്ല എന്നുള്ളത്. എന്നാൽ ഏതാനും റൗണ്ട് കൂടി കഴിയുമ്പോൾ മംദാനി 50% മറികടക്കും എന്ന് ഏതാണ്ട് ഉറപ്പാണ്. അതിന് മറ്റൊരു കാരണം യഹൂദ വംശജനായ സിറ്റി കൺട്രോളർ ബ്രാഡ് ലാൻഡറും മംദാനിയും തമ്മിൽ ധാരണയിലെത്തി അവരുടെ സെക്കൻഡ് ചോയ്സായി മറ്റേ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് അവരുടെ സപ്പോർട്ടേഴ്സിനോട് പറയാൻ. ലാൻഡർക്ക് ലഭിച്ചത് 11.3% വോട്ടുകളാണ്. അതുപോലെ ചെറിയ വോട്ടിംഗ് ശതമാനം ലഭിച്ച മറ്റ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തവരിൽ വലിയൊരു ശതമാനവും സെക്കൻഡ് ചോയ്സായി ഒരുപക്ഷെ തെരഞ്ഞെടുത്തിരിക്കുന്നത് മംദാനിയെ ആകാനാണ് സാധ്യത. അതുമാത്രവുമല്ല, വോട്ടെണ്ണൽ തുടങ്ങി ഏതാണ്ട് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ആൻഡ്രൂ കുമോ പരാജയം പരസ്യമായി സമ്മതിച്ച് മംദാനിയെ തന്റെ കൺസെഷൻ പ്രസംഗത്തിൽ അഭിനന്ദിക്കുകയും ചെയ്തു. സോഹറൻ മംദാനിയുടെ വിക്ടറി സ്പീച്ചിന്റെ ഏതാനും ഭാഗങ്ങൾ കൂടി കേൾക്കുമ്പോൾ എങ്ങനെയാണ് സംസ്കാരമുള്ള, വിവേകമുള്ള, വിദ്യാഭ്യാസമുള്ള ആളുകൾ പെരുമാറുന്നത്, സംസാരിക്കുന്നത് എന്ന് വ്യക്തമാവും. In the words of Nelson Mandela, it always seems impossible until it is done. My friends, we have done it. I will be your Democratic nominee for the mayor of New York City. We have won from Harlem to Bay Ridge, from Jackson Heights to Port Richmond. We have won because New Yorkers have stood up for a city they can afford, a city where they can do more than just struggle, where hard work is repaid with a stable life, where rent-stabilized apartments are actually stabilized, where buses are fast and free, where childcare doesn't cost more than CUNY, and where public safety keeps us truly safe. And it's where the mayor will use their power to reject Donald Trump's fascism, to stop mass ICE agents from deporting our neighbors, to govern our city as a model for the Democratic Party, a party where we fight for working people with no apology. A life of dignity should not be reserved for a fortunate few. It should be one that city government guarantees for each and every New Yorker. And when I think of hope, I think of the unprecedented coalition of New Yorkers that we have built. This is not my victory. This is ours. And when I look out at this room, that is what I see. കണ്ടില്ലേ എത്ര ഗ്രേഷ്യസ് ആയ, എത്ര കഴമ്പുള്ള, വിവേകത്തോടെയും വിനയത്തോടെയുമുള്ള പ്രസംഗമാണെന്ന്. ഇന്ത്യയിൽ ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയക്കാരനെ കാണണമെങ്കിൽ മഷിയിട്ട് നോക്കേണ്ടി വരും. ഇങ്ങനെയാണ് സംസ്കാരമുള്ള രാജ്യത്തെ സ്ഥാനാർത്ഥികൾ പെരുമാറുന്നത്. എന്നാൽ സാധാരണ ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ആകർഷണീയമായ പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെതെന്ന് പറയേണ്ടതില്ലല്ലോ. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയുടെ പ്രസംഗം പോലും ഇതിന്റെ 7 അയലത്ത് വരില്ല. And I want to thank Brad Lander. Who did exactly that. Together we have shown the power of the politics of the future. One of partnership and of sincerity.
അദ്ദേഹം സ്റ്റേജിൽ വിളിച്ച് കെട്ടിപ്പിടിക്കുന്നതാണ് മൂന്നാമത് വന്ന യഹൂദനായ സ്ഥാനാർത്ഥി ബ്രാഡ് ലാൻഡർ. പ്രസംഗത്തിന്റെ അവസാനം അദ്ദേഹം തന്റെ കുടുംബത്തെ വിളിച്ച് അവർക്കും നന്ദി പറയുകയാണ് ഇവിടെ. I must thank my mother and my father. Mira and Mahmoud. And I must thank സിറിയൻ വംശജയായ രമ ദുവാജിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. മോദിയുടെ മന്ദഭക്തർക്ക് ചങ്ക് പൊട്ടിപ്പോവുകയാണ്. ന്യൂയോർക്കിന്റെ മേയറായി ഗുജറാത്തി മുസ്ലിം വംശജനായ ഒരാൾ വരുന്നു എന്നുള്ള കാര്യത്തിൽ. മോദിയുടെ 2 രൂപ കൂലികളിൽ പലരും ചങ്ക് പൊട്ടി സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇട്ടിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായത് ഒന്ന് കാണിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. മണ്ടിയിൽ നിന്നുള്ള മണ്ടിയായ BJP MP കൊണകൊണ റണ്ണൌട്ട് പറഞ്ഞത് ഇന്ത്യക്കാരനേക്കാൾ കൂടുതൽ പാകിസ്ഥാൻകാരനെ പോലെയാണ് സോഹറൻ മംദാനി സൗണ്ട് ചെയ്യുന്നത് എന്ന്. മംദാനിയുടെ ചെരുപ്പിന്റെ അടി നക്കാനുള്ള യോഗ്യത പോലും ഇല്ലാത്ത ഇവൾക്കൊക്കെ ഒരു പ്രത്യേക അസുഖമാണ് എന്ന് പറയാതെ വയ്യ. ഇത് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പ് മാത്രമാണ്. യഥാർത്ഥ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നവംബറിലാണ്. അതിലെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാവുകയാണ് സോഹറൻ മംദാനി. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആൻഡ്രൂ കുമോ സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിച്ച് മത്സരിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. റിപ്പബ്ലിക്കന്മാർക്ക് ന്യൂയോർക്കിൽ കാര്യമായ വോട്ടില്ല, പേരിന് മത്സരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. കുമോ എന്തെങ്കിലും തട്ടിക്കൂട്ട് പാർട്ടിയുടെ പേരിൽ സ്വതന്ത്രനായി മത്സരിച്ചാലും ഇനി വിജയിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല എന്ന് തന്നെയുമല്ല, കുമോ എന്ന ആനയെയാണ് കുഞ്ഞൻ മംദാനി പ്രൈമറിയിൽ മലർത്തിയടിച്ചത്. അതോടുകൂടി ഇപ്പോൾ ലോകത്തിൽ മൊത്തം ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തിയായി മാറിയിരിക്കുകയാണ് സോഹറൻ മംദാനി. ലോകത്തിന്റെ സാമ്പത്തിക തലസ്ഥാനത്തിന്റെ മേയറായി ഗുജറാത്തി മുസ്ലിം വംശജനായ സോഹറൻ മംദാനി 2 ടേം ഭരിക്കും എന്ന് ഏതാണ്ട് ഉറപ്പാണ്. അതിനുശേഷം ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കും എന്നും ഉറപ്പിച്ചുകൊള്ളു. മംദാനിയെ പോലെയുള്ള ആളുകളാണ് അമേരിക്കൻ പ്രസിഡന്റ് ആവേണ്ടതെന്ന് വളരെയേറെ ഡെമോക്രാറ്റുകൾ പറയാൻ തുടങ്ങി. എന്നാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മംദാനിക്ക് മത്സരിക്കാൻ സാധിക്കില്ല. കാരണം അമേരിക്കൻ ഭരണഘടന അനുസരിച്ച് അമേരിക്കയിൽ ജനിച്ചവർക്ക് മാത്രമേ പ്രസിഡന്റായി മത്സരിക്കാൻ ആവൂ. എന്നിരുന്നാലും സംഖ്യകളെ ലോക സാമ്പത്തിക തലസ്ഥാനമായ ന്യൂയോർക്കിന്റെ മേയറായി, ലോകത്തിലെ ഏറ്റവും പ്രോമിനന്റായ ന്യൂയോർക്കിന്റെ ഗവർണറായും ഒരു മുസ്ലിം ഇന്ത്യൻ വംശജൻ, അത് മോദിയെ അടുത്തടുപ്പിക്കില്ല എന്ന് പറയുന്ന ഗുജറാത്തി ഇന്ത്യൻ വംശജൻ ആവുന്നത് നിങ്ങൾക്ക് നിസ്സഹായരായി നോക്കി നിൽക്കാനേ കഴിയുകയുള്ളൂ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?